വളപട്ടണം കവർച്ച കേസിൽ അഷ്റഫിന്റെ അയൽവാസി ലിജീഷ് പോലീസ് കസ്റ്റഡിയിൽ. പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. കവർച്ച നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ലിജീഷ്. കഴിഞ്ഞ മാസം 20-നായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. 1 കോടി രൂപയും 300 പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത്. മിഥുൻ പിള്ള അവിടെ നിന്ന് ചേർന്നുണ്ട്. മിഥുൻ, നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കവർച്ച നടന്ന വീട്ടിലെ കുടുംബവുമായി ഏറെ ബന്ധമുള്ള ഒരാളായിരുന്നു അയൽവാസി ലിജീഷ്. ഇപ്പോൾ അയാളുടെ വീട്ടിൽ നിന്നും കളവ് പോയ സ്വർണവും പണവും അടക്കം ലഭിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ദേവിക, വളപട്ടണം കവർച്ച കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ കുടുംബവുമായി അടുത്ത ബന്ധവും ഈ വീടിന് തൊട്ടടുത്ത് താമസിക്കുകയും ചെയ്യുന്ന ലിജീഷ് എന്ന ഈ അഷ്റഫിന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കവർച്ച നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആ ഇടയ്ക്കാണ് ഈ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോലീസിനൊരു സംശയം തോന്നിയത്. അത് പോലീസ് ഫോൺ കോൾ റെക്കോർഡ് അടക്കം പരിശോധിച്ച് നിന്നാണ് ഇത്തരമൊരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ടായത്. മാത്രമല്ല, ദൃശ്യത്തിൽ കണ്ട, അതായത് CCTV ദൃശ്യത്തിൽ കണ്ട ആൾക്ക് ഇത്തരത്തിൽ ഈ ലിജീഷുമായി വലിയ സാമ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് പോലീസിലെ ഈ ഒരു ലിജീഷിലേക്ക് തന്നെ ഒരു സംശയമുന നീടാൻ പ്രധാനപ്പെട്ട കാരണമായത്. തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി ലിജീഷിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി. തുടർന്ന് ഫോൺ പരിശോധിച്ചിൽ നിന്ന് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ലിജീഷിന്റെ പങ്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഫോൺ തിരികെ നൽകാമെന്ന് പറഞ്ഞ് ലിജീഷിനെ പോലീസ് വിളിച്ചു വരുത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ ഒരു മോഷണം നടന്നത്. കാരണം 19-ാം തീയതി വീട്ടുടമയായ അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്താണ്, അതായത് 19-ാം തീയതി കല്യാണം കൂടാൻ പോയി 20-ാം തീയതി പുലർച്ചയ്ക്കാണ് ഈ വീട്ടിൽ മോഷണം നടക്കുന്നത്. പിൻഭാഗത്തെ ജനൽ കമ്പി തകർത്ത് വീട്ടിനുള്ളിൽ കയറി ഏതാണ്ട് 1 കോടി രൂപയും 300 പവനുമാണ് ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. തുടർന്ന് ഈ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഈ ലിജീഷിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ മോഷണം നടന്നതിന് തൊട്ട് പിന്നാലെ അയൽവാസി തന്നെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അത് അന്വേഷണം നേരിട്ട് ഈ ലിജീഷിലേക്ക് എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലെ കട്ടിലിന്റെ അടിയിൽ പ്രത്യേക അറയുണ്ടാക്കി മോഷണം നടത്തിയ സ്വർണവും പണവും ഒക്കെ അതിനടിയിൽ സൂക്ഷിക്കുകയായിരുന്നു ലിജീഷ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിൽ ലിജീഷ് കുറ്റമൊക്കെ സമ്മതിക്കുകയും തുടർന്ന് വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതിൽ നിന്നാണ് കട്ടിലിനടിയിലെ പ്രത്യേക അറയിൽ സൂക്ഷിച്ച 1 കോടി രൂപയും 300 പവനും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ വിദേശത്തായിരുന്നു ഈ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തി. നാട്ടിൽ വന്ന് ഒരു വെൽഡിംഗ് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ഇയാൾ കീച്ചേരിയിലൊരു വീട്ടിൽ മോഷണം നടത്തിയതായി പറയുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ നിന്ന് കാര്യമായൊന്നും മോഷണം പോകാത്തത് കൊണ്ട് വീട്ടുകാർ പരാതി നൽകിയിരുന്നില്ല. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് ഈ മോഷണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി അയാൾ പുറത്തു പറഞ്ഞത്. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. 10 മണിയോടുകൂടി കണ്ണൂർ റൂറൽ SP മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക, ശരി, സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം റിപ്പോർട്ട് നൽകിയത് മിഥുൻ പിള്ള.